പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നെ 1K ഫാമിലി ആവാൻ വേണ്ടി ഒന്ന് സഹായിക്കണേ. പ്ലീസ് 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 ഒന്ന് സഹായിക്കണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ കൂട്ടുകാരെ, പ്ലീസ്. എന്താ മോൾ ചേച്ചി ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അത് തന്നെ, എന്താ മോൾ ചേച്ചി ഇവിടെ തന്നെ നിൽക്കുന്നേ? എനിക്കെന്തോ മനസ്സിനൊരു ശരിയായി തോന്നുന്നില്ല. എന്തോ ഒരു ആപത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്നാ എൻ്റെ മനസ്സ് പറയുന്നേ. അപ്പൊ ചേച്ചി പറയുന്നേ നമുക്ക് പോവണ്ടെന്നാണോ, തിരിച്ചു പോണെന്നാണോ? അങ്ങനെയല്ല പാത്തു, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുക. ഇല്ല മോൾ ചേച്ചി, ഒന്നും സംഭവിക്കില്ല. എനിക്ക് എന്റെ ഉമ്മച്ചീനെയും ഇക്കാക്കനെയും അസ്ലുക്കാക്കനെയും ഒക്കെ രക്ഷിക്കണം. അതിന് നിങ്ങളെ സഹായം ഇല്ലാതെ എനിക്കൊന്നും നടക്കില്ല. അതെനിക്കറിയാം പാത്തു. നിന്നെ സഹായിക്കാൻ മാത്രമല്ല, അവര് എന്റെ കൂടി സ്വന്തക്കാരല്ലേ. കദീസുമ്മയും അസലും അന്തറും ഒക്കെ എന്റെ കൂടിയല്ലേ. അതുകൊണ്ട് എനിക്ക് അവരെ രക്ഷിച്ചേ മതിയാവൂ. അത് തന്നെ, നമുക്ക് അവരെ രക്ഷിക്കണം. അതെ, നമുക്ക് അവരെ രക്ഷിച്ചേ മതിയാകൂ. ഈ മാളവിക ഒരു തീരുമാനം എടുത്താ അതൊന്നും ഒരിക്കലും ബാക്കോട്ട് നിൽക്കില്ല. അവരെ രക്ഷിച്ചിട്ടേ ഇനി ഞാൻ തിരിച്ചു വരൂ. നമ്മൾ തിരിച്ചു വരൂ. അതെ, നമ്മൾ തിരിച്ചു വരൂ. നിങ്ങൾക്ക് ധൈര്യമായി ഞാനും എനിക്ക് ധൈര്യമായി നിങ്ങളും ഉണ്ടാകും. വരൂ, നമുക്ക് പോയി നോക്കാം. മരുമകളെ, എന്താ അമ്മ വിളിച്ചത്? എനിക്ക് രാവിലത്തെ ചായ പതിവുള്ളത് നിനക്കറിയില്ലേ? എവിടെ ചായ? അമ്മ, അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. എവിടെയാടി നീ വെച്ചത്? അമ്മ, ഞാൻ അത് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ടേബിളിന്റെ മുകളിൽ വെക്കരുത്, എന്റെ കയ്യിൽ തരണം നിന്നോട് പറഞ്ഞിട്ടില്ലേ? അമ്മ, അതൊന്ന് ടേബിളിന്റെ മുകളിൽ എടുത്ത് കുടിച്ച എന്ത് വരാനാ? ഈ വസന്തരമയെ പഠിപ്പിക്കാനായോ നീ? മര്യാദയ്ക്ക് എനിക്ക് പോയി ചായ എടുത്തു വാ. ഞാനിവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കല്ല അമ്മ. എന്റെ കൈ അപ്പാട് ചളിയാ. ഞാൻ അത് കഴിഞ്ഞിട്ട് എടുത്തു തന്നാ പോരെ? ധിക്കാരി, എന്നോട് ധിക്കാരം പറയാനായോ നീ? എടുത്തു വാടി ചായ. എന്താണ് അമ്മ എന്നോട് ഇങ്ങനെ ക്രൂരയായി പെരുമാറുന്നത്? എനിക്ക് നിന്റെ മുതലക്കണ്ണീരൊന്നും കേൾക്കണ്ട. മര്യാദയ്ക്ക് എനിക്ക് ചായ എടുത്തു തന്നോ. ഞാൻ എടുത്തു തരാം അമ്മ. എടുത്തു തന്നാ നിനക്ക് കൊള്ളാം. ഈ അമ്മ എന്താ ഇങ്ങനെ എന്നെപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ട്? പാത്തെന്തിനാ വിഷമിക്കുന്നേ? അതിനല്ലേ നമുക്കിവിടെ ഇത് കൊടുത്തത്, തോണി. അതിന് മാളു ചേച്ചി, നമുക്ക് ആർക്കും തോണി തൊയ്യാൻ അറിയില്ലല്ലോ. എനിക്ക് എന്റെ ഇക്കാകിനെ ഉമ്മച്ചിനെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. തുടക്കത്തിലേ ഇങ്ങനെ കരയാൻ തുടങ്ങിയാൽ നമ്മൾ അവസാനം വരെ കരയിലുണ്ടാവും. ഒന്നും ഒരു കാര്യം നടക്കില്ല. നമുക്ക് ഈ തോണിയിൽ ഇരുന്ന് നോക്കാം, എന്നിട്ട് മെല്ലെ മെല്ലെ തൊഴിഞ്ഞ അക്കരയ്ക്ക് എത്തും. എനിക്ക് പേടിയാ മാളു ചേച്ചി, ഞാൻ വരുന്നില്ല. നീ വരാതെ എങ്ങനെയാ? നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. നീ ഇതുവരെ വന്നിട്ട് തിരിച്ചെങ്ങനെ ഒറ്റയ്ക്ക് പോകും? എനിക്ക് പേടിയാവുന്നുണ്ട്. പേടിക്കണ്ട, നമുക്കിതിൽ ഇരുന്ന് നോക്കാം, എന്നിട്ട് മെല്ലെ 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 നമുക്ക് തൊഴിഞ്ഞു നോക്കാം. അങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കാറ്? എല്ലാം അറിഞ്ഞുകൊണ്ട് ആരും ഒന്നിനും പുറപ്പെടില്ല. നിങ്ങൾ വാ, കേറാം നമുക്ക്. വാന്നേ, കേറി ഇരിക്കാം, ബാ. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് എനിക്ക് അമ്മച്ചന്റെ കൂടെ പോയ ഒരു ഓർമ്മയുണ്ട് തോണിയില്. അമ്മച്ചൻ ഇങ്ങനെയാ തോണി തൊയ്യാറ്. മാളു ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തൊയ്യാൻ കഴിയുന്നു. നമ്മൾ തൊഴിഞ്ഞ് ഇവിടെ എത്തിയില്ലേ? മാളു ചേച്ചി ഒരു സംഭവം തന്നെ. അതെ മാളു ചേച്ചി, നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ? അയ്യോ മാളു ചേച്ചി, നല്ല മഴ പെയ്യാൻ തുടങ്ങി. അത് തന്നെ, ഇനി എന്ത് ചെയ്യും? അയ്യോ, മഴ പെയ്താ എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പഠിച്ചാനെ രക്ഷിക്കണേ. ഞാനും കൂട്ടരും എങ്ങനെ രക്ഷപ്പെടണം നിങ്ങൾക്ക് കണ്ടേ? അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണേ. നിങ്ങളെ ഫ്രണ്ട്സിനും നിങ്ങളെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണേ, പ്ലീസ്. എന്നെ 1K ഫാമിലി ആവാൻ നിങ്ങൾക്ക് മാത്രമേ സഹായിക്കാൻ പറ്റൂ. പ്ലീസ് ഒന്ന് സഹായിക്കണേ, ഷെയർ ചെയ്തും കൊടുക്കണേ.